വെൽക്കം ടു ഷാഹി ഇഫക്റ്റ്. ഇതിനിരയാക്കപ്പെട്ട് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തിച്ചേർന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, എൻ്റെ മുന്നിലുള്ള മാധ്യമപ്രവർത്തകരെ, കൃത്യമായ ഒരു 2.5-3 വർഷങ്ങൾക്ക് മുമ്പ് ഈ മുക്താദർ ജ്വല്ലറി എന്ന പേരുമായി രംഗത്ത് വന്ന ഈ മൻസൂർ എന്ന് പറയുന്ന മനുഷ്യന്റെ സാമ്പത്തിക തട്ടിപ്പുകളും അതിൻ്റെ മുൻകാല ചരിത്രങ്ങളുമെല്ലാം വളരെ കൃത്യമായി സാമൂഹ്യ മാധ്യമത്തിലൂടെ, പൊതുമാധ്യമങ്ങളിലൂടെ ജനങ്ങളെ അറിയിച്ച ഒരാളാണ് ഞാൻ. അന്നത്തെ പോസ്റ്റുകളൊക്കെ എടുത്ത് നോക്കിയാൽ അതിൻ്റെ അടിയിൽ ഇന്ന് ഈ ഇരയാക്കപ്പെട്ട മനുഷ്യരിൽ അധികം ആളുകളും തെറിവിളിക്കുകയും ആക്ഷേപിക്കുകയും അത്തരം വാചകങ്ങളൊക്കെ പറയുകയും ഒക്കെ ചെയ്തിരുന്നു. പക്ഷെ ഒരു കാര്യമുണ്ട്, ഒരു അനീതി നടക്കുമ്പോൾ ആ അനീതിക്കിരയാകുന്ന മനുഷ്യരുടെ സമയത്ത് നമ്മൾ നിശബ്ദമായാൽ ആ നിശബ്ദത വേട്ടക്കാരനെ സഹായിക്കുന്നതിന് തുല്യമാണ് എന്നുള്ളത് കൊണ്ടാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഇതുപോലൊരു ധർണ എൻ്റെ പ്രൊഫഷണൽ ലൈഫിൽ ആദ്യമായി വന്ന് സംസാരിക്കുന്നത്. ഇതിനൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. എല്ലാ തട്ടിപ്പുകളും ഭൂമിയിലാണ് നടക്കുന്നതെങ്കിൽ ഈ അൽമുക്താദറിന്റെ മുതലാളിയും സംഘവും നടത്തിയ ഈ തട്ടിപ്പ് ഭൂമിയിൽ മാത്രമല്ല സ്വർഗത്തിലേക്കും ഇതിന്റെ വാതിൽ തുറക്കുന്ന രീതിയിലാണ് ഇതിനെ പ്ലാൻ ചെയ്തത്. വളരെ ആസൂത്രിതമായി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ നാമങ്ങൾ, ഉടയതമ്പുരാന്റെ 99 നാമങ്ങൾ പ്രചരിപ്പിക്കാനായി നാട്ടുകാരുടെ കാശ് വാങ്ങിച്ച് പുട്ടടിക്കുന്ന, അല്ലെങ്കിൽ ഇതുപോലെ മോഷ്ടിക്കുന്ന, എന്ന് പറഞ്ഞാൽ ഇത് കൊടുക്കുന്നത് കേവലം കച്ചവടത്തിനും ലാഭത്തിനും മാത്രമല്ല, പുള്ളി പടച്ചതമ്പുരാന്റെ പേര് ലോകം മുഴുവൻ എത്തിക്കാൻ വേണ്ടി 99 നാമങ്ങളിൽ നടന്ന് പെട്ടിക്കട തുറക്കുന്നത് പോലെ തെക്ക് വടക്ക് കടകൾ തുറന്ന് ഈ പാവങ്ങളായ മനുഷ്യരെ പറ്റിക്കുകയായിരുന്നു എന്നുള്ളതാണ് സ്ഥിതി. ഈ പറ്റിക്കപ്പെട്ടതിൽ 2 തരം ആളുകളുണ്ട്. ഒന്നിത് മനഃപൂർവ്വം വളർത്താൻ വേണ്ടി ഒത്തിരി ഉള്ളതിനോട് കൂടി നൽകിയവരുണ്ട്. രണ്ടാമതായി പലതരത്തിലുള്ള രോഗങ്ങൾ കടിമപ്പെട്ട് ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്ന രോഗികൾ, ക്യാൻസറിന് ചികിത്സ നേടിക്കൊണ്ടിരിക്കുന്ന രോഗികൾ, ഇത്തരത്തിൽ മക്കളെ കെട്ടിക്കാൻ അടക്കമുള്ള നിർധനരായ ഒരുപാട് മനുഷ്യരുടെ സമ്പത്ത്, അതിന്റെ വിതരണം തന്നെ വളരെ രസകരമാണ്. എന്നെ കേൾക്കുന്ന മാധ്യമപ്രവർത്തകർ ഒരുപക്ഷെ യൂട്യൂബ് ചാനലുകളൊക്കെ പുറത്തുവിടുന്നെങ്കിൽ വിടട്ടെ, ഈ സംഭവം ഉണ്ടായി ഇത്രയും വലിയ തട്ടിപ്പ് നടന്നിട്ട് കേരളത്തിലെ പൊതുമുഖ്യധാരയിലുള്ള മാധ്യമങ്ങൾ ആരും ഇതിനെ ഗൗരവമായി എടുക്കാത്തത് കേവലം ഒരു കവർ പേജിനും അല്ലെങ്കിൽ നൽകിയ പരസ്യത്തിനും വേണ്ടിയാണ് എന്നുള്ള രീതിയിലാണ്. ഇത് യഥാർത്ഥത്തിൽ കുറെ മനുഷ്യരെ കൊന്നിട്ട് എല്ലാവരുടെ ഭക്ഷിക്കുകയായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അതായത് ഒരുതരം സാമൂഹിക അഴിമതി എന്ന് പറയാവുന്ന രീതിയിലാണ്. ഒരു ഇരയെ കിട്ടുന്നു, ആ ഇരയെ മോഹിപ്പിക്കുന്നു, എന്നിട്ട് അതിന്റെ ബ്രോക്കർ ആവുന്നു. ഈ ബ്രോക്കറായി വാങ്ങുന്ന ആൾക്ക് കമ്മീഷൻ, നോക്കി നിൽക്കുന്ന ആളിന് കമ്മീഷൻ, ഓട്ടോയില് ആ സ്വർണ്ണക്കടയിലേക്ക് കൊണ്ടുപോകുന്ന ആളിന് കമ്മീഷൻ, അത് കഴിഞ്ഞ് അവിടെ നിൽക്കുന്ന സെക്യൂരിറ്റിക്ക് ജോലി എന്ന് വേണ്ട, ഇത് കിട്ടിയവരെല്ലാം ഭക്ഷിക്കുന്ന രീതിയിൽ വളരെ മനോഹരമായി മുൻകാലങ്ങളിൽ തട്ടിപ്പ് നടത്തിയിട്ടുള്ള മൻസൂർ വളരെ ആസൂത്രിതമായി നടത്തിയ തട്ടിപ്പായിരുന്നു ഇതെന്നുള്ളതാണ് ഇതിന് പ്രധാനപ്പെട്ട കാര്യം. എല്ലാവരും ഇപ്പൊ മൻസൂറിന്റെ പുറകിൽ ഓടുക. മൻസൂർ വേറൊരു സ്ഥലത്താണ്. പക്ഷേ മൻസൂറിനെ ഈ ഇരകളെ കൊണ്ട് എത്തിച്ച ഒരുപാട് ഫ്രോഡുകൾ ഈ നാട്ടിലുണ്ട്. അവരെ എന്തുകൊണ്ടാണ് നിയമം ഉന്നം വെക്കാത്തതെന്ന് മനസ്സിലാവുന്നില്ല. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് അവരതിന്റെ കമ്മീഷൻ എടുത്ത് അതിന്റെ കാശ് വാങ്ങി മുട്ടൻ വീട് വെച്ച് ഒരുപാട് സ്ഥലങ്ങളിൽ വസ്തു വാങ്ങിച്ച് വളരെ വിടർന്ന് വിലസി ലക്ഷക്കണക്കിന് രൂപയുടെ വസ്തുക്കളുമായി ഈ നാടുകളെ മൊത്തം നടന്നു. എന്ന് മാത്രമല്ല, എന്റെ ഓർമ്മയിൽ ആദ്യമായി മുസ്ലിം സമുദായത്തിന്റെ ദേവാലയങ്ങൾ ഇത്തരം ഒരു കാര്യത്തിന് മറയാക്കുന്നത് ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. അതിൽ ഒരുപാട് ആളുകൾ വിശ്വസിച്ചു. അന്നൊക്കെ നമ്മളിത് തട്ടിപ്പാണെന്ന് പറഞ്ഞാൽ ചിലപ്പോ നമ്മുടെ നാലാവാണിയന്ത്രം എല്ലാവരും കൂടെ നടത്തി കളഞ്ഞേനെ. ഞങ്ങൾക്ക് ലാഭം കിട്ടാൻ പോകുമ്പോൾ തടയാൻ വരുന്നോ എന്നാണ് ചോദിച്ചത്. ഇത് യഥാർത്ഥത്തിൽ ഒരു കാരണവശാലും നടക്കുന്ന ഒരു വ്യവസായമായിരുന്നില്ല. ഇത് പൂർണ്ണമായും തട്ടിപ്പ് നിറഞ്ഞ ഒരു സംഗതിയാണ്. ഭൂമിയിലും ആകാശത്തും സ്വർഗത്തിലും വരെ തട്ടിപ്പ് നടത്തുന്ന രീതിയിലാണ് മൻസൂർ നടത്തിയിട്ടുള്ളത്. മൻസൂറിന് ഒരുപാട് പ്രോക്സി ഏജന്റുമാരുണ്ട്, ഒരുപാട് ആളുകളുണ്ട്. ഇവരൊക്കെ ബ്രോക്കർമാരായിരുന്നു. ഇവരെല്ലാം ഇതിന്റെ ലാഭം അടിച്ചു. ഏതൊരു വ്യവസായത്തിലും നമുക്കറിയാം, ആ വ്യവസായത്തിന് ഇൻവെസ്റ്റ് ചെയ്യുന്ന തുകയുടെ ആനുപാതികം ഒന്നും കണക്കിലെടുക്കാതെ കൂടുതൽ ഇരകളെ ആകർഷിക്കുന്നതിന് വേണ്ടി വാരിക്കോരി ലാഭം നൽകി. ആ ലാഭത്തിൽ ഒരുപാട് പേര് തെറ്റിദ്ധരിച്ചു. അതിൽ നിരപരാധികൾ വീണു. ഇപ്പൊ എന്റെ നാടായ കരുനാഗപ്പള്ളിയിൽ നിന്ന് തന്നെ ഉദ്ദേശം എന്തെങ്കിലും ഒരു 500 കോടി രൂപയെങ്കിലും ഇദ്ദേഹം കടത്തിയിട്ടുണ്ട്, ഇദ്ദേഹത്തിന്റെ പേരിൽ കടത്തിയിട്ടുണ്ട്. അതിൽ എത്ര മൻസൂറിന്റെ കയ്യിൽ കിട്ടി, എത്ര വാങ്ങിച്ചവരുടെ കയ്യിലുണ്ട്, എത്ര ബ്രോക്കർമാരുടെ കയ്യിലുണ്ടെന്നുള്ള കണക്ക് വേറെ എടുക്കേണ്ടതുണ്ട്. ഞാൻ കേട്ടൊരു കാര്യം, അല്പം അഭിമാനം തോന്നിയത്, ലോകം മുഴുവൻ പറ്റിക്കാൻ വന്ന മൻസൂറിനെ കരുനാഗപ്പള്ളിയിൽ ഏജന്റുമാര് പറ്റിച്ചു എന്ന് കേട്ടപ്പോൾ എനിക്കൊരു സന്തോഷം തോന്നി. കാരണം വാങ്ങിച്ചത് മൊത്തം പുള്ളിയുടെ കയ്യിൽ കൊടുത്തില്ലെന്നാ അഷ്റഫും ഒക്കെ പറയുന്നത്. പകുതി അവരുടെ കയ്യിൽ വെച്ചിരുന്നത്. ഞാൻ പറഞ്ഞത്
അപ്പൊ ഞാൻ പറഞ്ഞത് അത്തരത്തിൽ വളരെ വ്യാപകമായ തട്ടിപ്പുകളാണ് ഇതിൽ നടന്നിട്ടുള്ളത്. സാമ്പത്തിക കുറ്റകൃത്യങ്ങളെ ഇതുപോലെ കൈകാര്യം ചെയ്താൽ പോരാ, മാധ്യമങ്ങൾ തുറന്നു കാട്ടണം, മാധ്യമങ്ങൾ ഇതിന്റെ കൂടെ നിൽക്കണം. ഇത്തരം തട്ടിപ്പുകാരെ സമൂഹത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം. കുറച്ച് നാളുകൾ കഴിയുമ്പോൾ മറ്റൊരു പേരിൽ വരും. ഈ മൻസൂറിന്റെ മൂന്നാമത്തെ തട്ടിപ്പാണിത്. ഈ മൂന്നാമത്തെ തട്ടിപ്പിലും നിശബ്ദത പാലിക്കുന്ന മാധ്യമങ്ങൾ ജനാധിപത്യത്തിന്റെ 4ാം തൂണാണെന്ന് അവകാശപ്പെടുന്നത് കേവലം കവർ പേജിന് കിട്ടുന്ന പരസ്യങ്ങളിൽ നിങ്ങളൊരു മാധ്യമ സ്ഥാപനത്തെയും ജനാധിപത്യത്തിന്റെയും ഇരകളുടെയും ശബ്ദത്തെ അമർച്ച ചെയ്തു കളയരുത്. പുറം ലോകത്തെ ഇത് അറിയിക്കേണ്ട ബാധ്യത നിങ്ങൾക്കുണ്ട്. അല്ലെങ്കിൽ ഇത് തുടർന്നുകൊണ്ടേയിരിക്കും. ഏതായാലും ഇത്തരം ഒരു സംഗതിയിൽ വളരെ ഗൗരവമായ അന്വേഷണം നടക്കണമെന്ന് മാത്രമല്ല, ഇവന്റെ ഏജന്റുമാരായി പ്രവർത്തിച്ച ആളുകളുടെ രജിസ്റ്റർ ഓഫീസുകളിലെ വസ്തുവിന്റെ ക്രയവിക്രയ വിവരങ്ങൾ എടുക്കണം. പലരും വസ്തു വാങ്ങിച്ചിട്ടുണ്ട്. ആ വസ്തു വാങ്ങിച്ചത് ഈ അപകടം കണ്ട് മറിച്ച് മാറ്റി എഴുതി കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അത്തരം കണക്കുകൾ സഹിതം എടുത്ത് ഇത് പരിശോധിച്ചാൽ ഈ ഇരകളായ മനുഷ്യർക്ക് നഷ്ടപരിഹാരം കിട്ടുന്നതിനൊരു മാർഗമാവുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതുകൊണ്ട് ഇത് സെക്രട്ടേറിയറ്റിന്റെ മുമ്പിലായതുകൊണ്ട് ഒത്തിരി നേരം ഞാൻ സംസാരിക്കുന്നില്ല. ഇതിനെത്തിയ മനുഷ്യരുടെ പ്രയാസങ്ങളും വിഷമങ്ങളും മനസ്സിലാക്കുന്നു. ഇതൊരു ഗുണപാഠമായിരിക്കണം ഇനിയും തട്ടിക്കാൻ പല പേരുകളിൽ എത്തുന്നവർക്ക്. ഏതായാലും ഇക്കാര്യത്തിൽ ഇയാളെ പിന്തുടരാനും ഇയാളുടെ സ്ഥാവര ജംഗമ വസ്തുക്കൾ കണ്ടുകെട്ടി, അതിൽ മൻസൂറിന് ഇവിടെ ഒന്നും ഇല്ലെന്നാ പറയുന്നത്, ഇതിന്റെ ബ്രോക്കർമാർക്കേ ഉള്ളൂ, അവരുടെ സ്ഥാവര ജംഗമ വസ്തുക്കൾ കണ്ടുകെട്ടി ഈ പാവങ്ങൾക്ക് നൽകണമെന്ന് ശക്തമായി ആവശ്യപ്പെടുകയും ചെയ്യുന്നു. കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതുവരെ ഏവർക്കും നന്ദി, നമസ്കാരം.